ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് എക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി ഇൻഫർമേഷനാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പല സമയങ്ങളിലും ലോൺ റിജക്റ്റ് ആകുന്നത് നമ്മളുടെ തെറ്റിദ്ധാരണ മൂലമാണ്. അതായത് നമ്മളുടെ എലിജിബിലിറ്റി മനസ്സിലാക്കാതെ നമ്മൾ പല ബാങ്കിലും നമ്മൾ ലോൺ ചെയ്യുന്നു, റിജക്റ്റ് ആകുന്നു. ഇങ്ങനെ ഒരു മാസത്തിൽ ഒരു 4 തവണ നമ്മൾ ഇങ്ങനെ റിജക്റ്റായി വരികയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു 4-5 മാസത്തേക്ക് ലോൺ കിട്ടില്ല. കാരണം ഓരോ ബാങ്കിനും ഓരോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു 4 എൻക്വയറി നമ്മൾ നടത്തുകയാണെങ്കിൽ, ഹാർഡ് എൻക്വയറിയാണ്, സോഫ്റ്റ് അല്ല. ഹാർഡ് എൻക്വയറി നടത്തുകയാണെങ്കിൽ നമുക്ക് പിന്നൊരു ബാങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലോൺ കിട്ടുകയില്ല. അങ്ങനെ പല ആൾക്കാർക്കും ഈ ചാനലിൽ നിന്നുള്ള പുറത്തും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മളുടെ എലിജിബിലിറ്റി നോക്കി ഏത് ബാങ്കിലാണോ നമുക്ക് പറ്റുന്നത്, സാലറി, സിബിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്കിങ്, ഇതൊക്കെ ബേസ് ചെയ്ത് ഒരു ഒരു ചെറിയ ധാരണമാണ് നമ്മളെക്കുറിച്ച്. അതിനുശേഷം മാത്രം നിങ്ങൾ ലോൺ ചെയ്യുക. അല്ലാതെ 20,000 രൂപ സാലറിക്ക് ലോൺ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ ചെന്ന് നമ്മൾ 12,000 രൂപ 15,000 രൂപ സാലറി ഉള്ള ഒരാൾ ലോൺ അപ്ലൈ ചെയ്താൽ കിട്ടില്ല. അത് നോർമലി അങ്ങനെ സംഭവിക്കുന്നതാണ്. പിന്നെ സിബിൽ 700 സിബിൽ സ്കോർ വേണ്ട ഒരു ബാങ്കിലോ NBFCയോ നമ്മൾ 650 സിബിൽ സ്കോറുള്ള നമ്മൾ പോയാൽ ലോൺ കിട്ടുമോ? അത് നിങ്ങൾക്ക് തന്നെ അറിയാം, കിട്ടില്ല. അപ്പോൾ ഇതേപോലെ നമ്മുടെ എലിജിബിലിറ്റി അറിഞ്ഞ് നമ്മൾ ലോൺ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു 95% നമുക്ക് ലോൺ കിട്ടുന്നതാണ്. ഓക്കെ, ലോൺ ആയിക്കോട്ടെ, ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, യൂസ്ഡ് കാർ ലോൺ ആയിക്കോട്ടെ, എന്തായിക്കോളും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി NBFC ആണ്. നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ ഒരുപാട് പേർക്ക് ഇതിൽ നിന്ന് ലോൺ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ആരും അങ്ങനെ കൂടുതൽ അപ്ലൈ ചെയ്യില്ല, ഇതിൻ്റെ എലിജിബിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കില്ല. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ എലിജിബിലിറ്റി പറയാം. നിങ്ങൾക്ക് 21 വയസ്സ് മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിൽ നിന്ന് ലോൺ അപ്ലൈ ചെയ്യാം. ഇത് നമ്മുടെ വയസ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു വയസ്സ് പോലും കൂടിയാലോ കുറഞ്ഞാലോ ഇത് കിട്ടില്ല. ഇപ്പോൾ 20 വയസ്സുള്ളവൻ അപ്ലൈ ചെയ്താൽ കിട്ടില്ല, 56 വയസ്സുള്ള ആൾ അപ്ലൈ ചെയ്താലും കിട്ടില്ല. പിന്നെ മന്ത്ലി സാലറി ഇവർ ചോദിക്കുന്നത് 15,000 രൂപയാണ് മന്ത്ലി സാലറി ചോദിക്കുന്നത്. ഇൻ കേസ് മന്ത്ലി സാലറി ഇല്ലാതെയും ഇവർ ലോൺ കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ തംബ്നെയിലിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഫിൽ ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഫ്രീലാൻസേഴ്സോ സെൽഫ് എംപ്ലോയി എന്നോ കൊടുത്താൽ ലോൺ കിട്ടില്ല. നിങ്ങൾ സാലറി എന്ന് തന്നെ ലോൺ അവിടെ നിങ്ങൾ കൊടുക്കണം. പിന്നെ ഇവർ പറയുന്നത് 2 ലക്ഷം രൂപ വരെ നമുക്ക് ഇൻകം പ്രൂഫോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട എന്നാണ് അവർ പറയുന്നത്. സിബിൽ സ്കോർ വേണ്ടത് 650 മതി. കാരണം മറ്റ് ചില ബാങ്കിലോ അല്ലെങ്കിൽ NBFCയിലോ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും കുറഞ്ഞ സിബിലിലും ഇത്രയും കുറഞ്ഞ സാലറിയിലും വേറെ ലോൺ തരുന്ന വേറൊരു ഓപ്ഷൻസ് അല്ലെങ്കിൽ ബാങ്കോ NBFCയോ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപൂർവമായിട്ട് മാത്രമേ 600-ന് മുകളിലും 15-ഓ അതിന് താഴെയോ സാലറി ഉള്ളവർക്ക് ലോൺ കൊടുക്കുകയുള്ളൂ. ഇനി ഡോക്യുമെൻറ്റേഷൻ എന്ന് വെച്ചാൽ വാരി വലിച്ചുള്ള ഡോക്യുമെൻറ്റേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും ഇൻകം പ്രൂഫ് ഉണ്ടെങ്കിൽ ഇൻകം പ്രൂഫും അഡ്രസ് പ്രൂഫും മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങൾക്ക് 650 സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ തരുന്നതാണ്. പിന്നെ ഇവർ കൊടുക്കുന്ന നല്ലൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇവർ നിങ്ങളുടെ 12 മാസത്തെ ട്രാക്ക് മാത്രമേ നോക്കുകയുള്ളൂ. അതിന് പിന്നോട്ടുള്ള ട്രാക്ക് അവർ നോക്കില്ല. ഈ ഒരു വർഷം നിങ്ങൾ എങ്ങനെയായിരുന്നോ മറ്റുള്ള ലെൻഡേഴ്സിൻ്റെ കൂടെ, അതായത് കറക്റ്റ് അടച്ചു പോകുന്നുണ്ടോ, അങ്ങനെ കാര്യങ്ങൾ ഒരു വർഷത്തെ മാത്രമേ അവർ നോക്കുകയുള്ളൂ. പിന്നോട്ടുള്ള ഒരു വർഷത്തിന് മുന്നുള്ള കാര്യങ്ങളൊന്നും നോക്കില്ല. പക്ഷേ മറ്റ് ബാങ്ക് ഇപ്പോൾ HDFC, ICICI, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇവരൊക്കെ ഒരു 5 വർഷത്തെയും 4 വർഷത്തെയും ഡീറ്റെയിൽസ് മുഴുവൻ നോക്കും. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് തീർച്ചയായിട്ടും സിബിൽ ഇഷ്യൂ കാണും. കാരണം ഈ കൊറോണയ്ക്ക് ശേഷം ആരുടെയും സിബിൽ ക്ലിയർ അല്ല. കാരണം ഈ കൊറോണ വന്നതിന് ശേഷം നമ്മളുടെ സിബിലെല്ലാം അങ്ങ് ഒരു വല്ലാത്ത രീതിയിലായിപ്പോയെന്ന് തന്നെ പറയാം. ഓക്കെ, അത് എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് കയറി വന്നത്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ കൊണ്ടാകാം ഇവർ ഒരു വർഷത്തെ ഡീറ്റെയിൽസ് മാത്രമേ നോക്കുകയുള്ളൂ. ഇനി വരും സമയങ്ങളിൽ മറ്റ് ബാങ്കുകളും അങ്ങനെ ആവും. കാരണം ബാങ്കുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും എല്ലാം ഇപ്പോൾ ബിസിനസ് കുറവാണ്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ അവരെല്ലാം 5 വർഷത്തെയും 6 വർഷത്തെയും 7 വർഷത്തെയും ട്രാക്കൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 90% അല്ലെങ്കിൽ 99% ആൾക്കാർക്കും സിബിലിൻ്റെ ഇഷ്യൂ കാണും. ആരും ഇതിലൊരു ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഫംഗ്ഷനിലല്ല പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് ബാങ്കുകൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന സമയങ്ങളിൽ അങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് RBIയുടെ ബേസിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വരുന്ന സമയങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ ഇവർ നിങ്ങളുടെ ഒരു വർഷത്തെ ട്രാക്ക് മാത്രമേ നോക്കുകയുള്ളൂ.
കാരണം ഒരുപാട് പേര് എനിക്കറിയാവുന്ന ഒരുപാട് പേര് 650 സിബിൽ സ്കോറിലും 15,000 രൂപ സാലറിയിലും ഇങ്ങനെ ഓരോ ബാങ്ക് തോറും ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അവർക്ക് ഇന്ന ബാങ്കിൽ കൊടുക്കണം എന്നൊരു എന്താ പറയുന്ന ഒരു ഓപ്ഷൻസ് അല്ലെങ്കിൽ അവർക്ക് അറിഞ്ഞുകൂടെയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവരിങ്ങനെ ഓരോ ബാങ്കിലും കൊണ്ടുവച്ച് വെക്കുക, റിജക്റ്റ് ആകുക, അങ്ങനെ 4 ബാങ്കിൽ കൊണ്ട് വയ്ക്കുമ്പോൾ പിന്നെ കൊടുക്കുന്ന ബാങ്ക് എല്ലാം റിജക്റ്റ് ചെയ്ത് വിടും. കാരണം അവർക്ക് 4 എൻക്വയറി അവിടെ കിടക്കുകയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ ലോൺ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആ ഡിസ്ക്രിപ്ഷനിൽ നോക്കി നിങ്ങൾ വേണ്ടവർ അപ്ലൈ ചെയ്യുക. ഇനി 12 സാധാരണ ബാങ്ക് കൊടുക്കുന്ന പോലെ 1 വർഷം മുതൽ 5 വർഷം വരെയാണ് ഇവരുടെ തിരിച്ചടവ് കാലാവധി. കൊലാട്രലോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. 100% നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഡിജിറ്റൽ പ്രോസസ്സാണ്. അത് എന്താ പറയുന്നത്, പേപ്പർലെസ് ആണ്. ഒരു സംഭവം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് അവർ പറയുന്നത് 2 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഒരുവിധം സിബിലുണ്ടെങ്കിൽ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എത്ര പ്രോംപ്റ്റ് ആണെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് 1 ലക്ഷം രൂപ വരെയൊക്കെ സാലറി ഇല്ലാതെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അപ്ലൈ നോക്കുക. കാരണം എനിക്ക് കിട്ടാതെ എനിക്കത് പറയാൻ സാധിക്കില്ല. മറ്റു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ട് 1.5 കിട്ടിയിട്ടുണ്ട് സാലറി ഇല്ലാതെ. പക്ഷേ അവർക്ക് 700 725 സിബിൽ വേണമെന്നവർ പറയുന്നു. പക്ഷേ ഇവരിൽ ഇത് പറയുന്നത് 650 സിബിൽ സ്കോർ മതി. അത് നിങ്ങൾക്ക് 1 വർഷത്തെ ട്രാക്ക് ചെയ്യാൻ നമ്മൾ നോക്കിയുള്ളൂ. സാലറി 2 ലക്ഷം രൂപ വരെ സാലറി വേണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ പിൻകോഡ്, ഒരുവിധമുള്ള പിൻകോഡിലെല്ലാം അവർ ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് റൂറൽ ഏരിയാസ് ഉണ്ട്, അവിടെയൊന്നും ഇവർ ചെയ്യില്ല. അപ്പോൾ സ്ഥാപനത്തിൻ്റെ പേര് NBFCയുടെ പേര് ഇൻഗ്രിഡ് ആണ്. അപ്പോൾ ഫില്ല് ചെയ്യുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാമല്ലോ. മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആധാറിലുള്ള പേര് തന്നെ കൊടുക്കുക. അത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ കറണ്ട് പിൻകോഡ് ചോദിക്കുമ്പോൾ അത് തന്നെ കൊടുക്കുക. പെർമനൻറ്റിലെ പിൻകോഡ് ചോദിക്കുമ്പോൾ അത് തന്നെ കൊടുക്കുക. പിന്നെ സാലറി, സെൽഫ് എംപ്ലോയിഡ്, അങ്ങനെ കുറേ ഓപ്ഷൻ ചോദിക്കുമല്ലോ. അപ്പോൾ അതിന് മസ്റ്റായിട്ട് നിങ്ങൾ സാലറി തന്നെ കൊടുക്കുക കേട്ടോ. സെൽഫ് എംപ്ലോയിഡോ ഫ്രീലാൻസേഴ്സോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ കിട്ടില്ല. ചിലതിൽ കിട്ടും, ചിലതിൽ ഫ്രീലാൻസേഴ്സ് സെൽഫ് എംപ്ലോയീസോ കൂടി ചോദിച്ചാൽ കിട്ടും. പക്ഷേ അതിൻ്റെ പ്രൂഫ് ചിലപ്പോൾ IT കാണുന്നവർ കൊടുക്കുന്നവർ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കിട്ടും. അല്ലാതെ ബ്ലാങ്കായിട്ട് കൊടുത്താൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ഈ സാലറി സ്ലിപ്പൊന്നും ചോദിക്കാത്ത, ഇപ്പം നമ്മൾ ട്രൂ ബാലൻസ്, ബ്രാഞ്ച്, അങ്ങനെ പല NBFC ഉണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ മസ്റ്റായിട്ടും സാലറി എന്ന് തന്നെ കൊടുക്കുക. അങ്ങനെ കുറച്ച് പേർക്ക് ഈ ട്രൂ ബാലൻസ് എന്നൊക്കെ റിജക്റ്റായി പോയിട്ടുണ്ടോ. അപ്പോൾ ഇനിയെങ്കിലും ആ ഒരു തെറ്റ് തിരുത്തുക. നിങ്ങൾ കൊടുക്കുമ്പോൾ സാലറി, പിന്നെ ബാങ്ക്, നിങ്ങൾക്ക് സാലറി മോഡ്, ചിലർ ബൈ ചെക്ക്, ബൈ ക്യാഷ് എന്നൊക്കെ എഴുതി. നിങ്ങൾ ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. ബൈ ഓൺലൈൻ അല്ലെങ്കിൽ ബൈ ബാങ്ക് ട്രാൻസ്ഫർ തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ 100%, 101% അവർ റിജക്റ്റ് ചെയ്ത് കളയും. ആ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുവിധം എലിജിബിലിറ്റി ഉള്ളവർക്കെല്ലാം ലോൺ കിട്ടിപ്പോകുന്നതാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഇഷ്യൂസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കാം. വാട്സപ്പിൽ മാത്രം ചാറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവരുടെ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ 13.69 മുതൽ 14% വരെ ഇൻട്രസ്റ്റ്. വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. സാധാരണ ബാങ്ക് HDFCയും ICICIയൊക്കെ 13% ഇൻട്രസ്റ്റ് ഓഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവർക്കും വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാരണം ഇത്രയും ചെറിയ സാലറിയിൽ അവർ ചെയ്യുന്നതല്ലേ. അപ്പം ഒരു മീഡിയം ഇൻട്രസ്റ്റ് തന്നെയാണ് അവർ എടുക്കുന്നത്. അപ്പോൾ സാലറി ഉള്ള ആൾക്കാർ സാലറി കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കുക. സാലറി ഇല്ലാത്ത ആൾക്കാർ ഫില്ല് ചെയ്യുന്ന സമയത്ത് സാലറി, പിന്നെ സാലറി ക്രെഡിറ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലൈൻ അല്ലെങ്കിൽ ബൈ ട്രാൻസ്ഫർ, ബാങ്ക് ട്രാൻസ്ഫർ തന്നെ കൊടുക്കുക. മറ്റൊന്നും കൊടുക്കാതിരിക്കുക, റിജക്റ്റ് ആകും. പിന്നെ എന്ത് ആവശ്യത്തിന് ചോദിക്കും. അപ്പോൾ അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യം അവിടെ കാണിക്കുമ്പോൾ മിക്കതിലും വെഡ്ഡിങ്, പിന്നെ ഹൗസ് ഹോൾഡ് ഐറ്റംസ്, അല്ലെങ്കിൽ ഹൗസ് റിനോവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ കൊടുക്കുക. അല്ലാതെ ബിസിനസ്, എന്താ പറയുക, ടൂറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ചും ഹോസ്പിറ്റൽ എമർജൻസി, മെഡിക്കൽ എമർജൻസി ഒന്നും കൊടുക്കാതിരിക്കുക. അപ്പോൾ അവർ എന്താ പറയുക നോക്കും. കാരണം എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ആണെങ്കിൽ ഇദ്ദേഹത്തിന് വയ്യാതായാൽ ഇത് എങ്ങനെ ലോൺ അടയ്ക്കുമെന്നൊക്കെ അവർ ചിന്തിക്കും. അതാണ് അതിൻ്റെ ആ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം വീടിൻ്റെയൊക്കെ കാര്യം എന്ന് വെച്ചാൽ റിനോവേഷൻ എന്ന് പറയുമ്പോൾ ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് കാണും. അപ്പോൾ വീടൊക്കെ ഉണ്ടല്ലോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വരും. അപ്പോൾ അതാണ് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ഇൻഗ്രിഡ് ആണ്. ഇൻഗ്രിഡ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.